Hi dears, ഇന്ന് ഞാൻ എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ടാണ് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അരി ഉടഞ്ഞു പോവാതിരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കാം കേട്ടോ. നമ്മളിവിടെ റേഷൻ അരി 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ വൈറ്റ് കളറിലുള്ള അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മട്ടരി ആണെങ്കിൽ അതെടുക്കാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ റൈസ് കഴുകൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്യാണ് കേട്ടോ. നമ്മളിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. റൈസ് ഉടഞ്ഞു പോവാതെയും നല്ല നീളത്തിലുള്ള റൈസുമായിട്ട് കിട്ടാനാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കപ്സയോ ഫ്രൈഡ് റൈസോ ഏത് റൈസ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഇതിങ്ങനെ ഫ്രൈ ചെയ്യണം കേട്ടോ. ഇതുപോലെ വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. ഇങ്ങനെ ഒരു ഗോൾഡൻ നിറമാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4-5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ കൂടരുത്, അപ്പോൾ ഇത് ഓവർ കുക്കായി പോകും കേട്ടോ. ഇതിപ്പോൾ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നോർമൽ വാട്ടറിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഒരു സ്റ്റൈനറിലേക്ക് മാറ്റാം. ഞാനിവിടെ 1 കപ്പ് ബീൻസ് എടുത്തിട്ടുണ്ട്, 1 ക്യാപ്സിക്കം, ടൊമാറ്റോ കുരു ഇല്ലാതെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, 1/2 കപ്പ് ക്യാരറ്റ്, പച്ചമുളക് ഒന്ന് വട്ടത്തിലരിഞ്ഞത്, 1 സവാള, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, 3 മുട്ട. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ ഒലീവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർക്കുക. ഒലീവ് ഓയിലാണെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസിന് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കളറ് ചേഞ്ചായി വരുമ്പോൾ 1 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ 2 പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ബീൻസ് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു തക്കാളിയുടെ പകുതി കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓവറായിട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പാനിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം.
നമുക്കിനി ചിക്കൻ ചേർക്കണമെങ്കിൽ ഈ വെജിറ്റബിൾ ചേർത്ത ടൈമിൽ ചിക്കൻ ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തത് ഇതിലേക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. മുട്ട ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം റൈസ് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവ് കുറവായതുകൊണ്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസിൽ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നല്ല സ്വാദിഷ്ടമായ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കഴിക്കുമ്പോൾ റേഷൻ കടയിൽ അരിയാന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല പെർഫെക്റ്റായിട്ട് വിട്ടിട്ട് തന്നെയാണ് നമ്മുടെ റൈസൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും ഒന്ന് എനാബിൾ ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക്